മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏപ്രിൽ മാസം 1-ാം തീയതി ശനിയാഴ്ചത്തെ മാതൃഭൂമി പത്രത്തിൽ RSSനെ കുറിച്ചൊരു RSS കൊടുത്ത ഒരു വാർത്തയുണ്ട്. നല്ല വാർത്തയായിട്ട് എനിക്ക് തോന്നി. പൊളിച്ചെഴുത്തിന് RSS, ഉന്നത വിദ്യാഭ്യാസ മേഖല. ഇത് മുഴുവനും വായിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാൽ കുറച്ച് വായിക്കാം. ഭാരതീയ ദർശനങ്ങളെ അടിസ്ഥാനമാക്കി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൊളിച്ചെഴുതുന്നതിനുള്ള ബൃഹത് പദ്ധതിക്ക് സംഘപരിവാർ തുടക്കം ഇടുന്നു. ഭരണകൂടത്തിന്റെ സഹായത്തോടെ എന്തെങ്കിലും നടപ്പാക്കുന്നതിനപ്പുറം പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ ഭാരതീയ അക്കാഡമിക് ബദൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കൊണ്ടുവരുന്ന വിധത്തിൽ വിപുലമായ പ്രവർത്തനത്തിനാണ് സംഘം ചുക്കാൻ പിടിക്കുന്നത്. ഉന്നത മേഖലയിലെ ഉയർന്ന വ്യക്തിത്വങ്ങളെ രാഷ്ട്രീയാതീതമായി വിളിച്ചു ചേർത്ത് ആശയങ്ങൾ പങ്കുവെക്കാനും അവരിലൂടെ അത്തരമൊരു പഠനത്തിന്റെ ആവശ്യം ഭരണതലത്തിലേക്ക് എത്തിക്കാനുമാണ് ശ്രമം. ഒപ്പം ഭാരതീയ ദർശനങ്ങളിലൂന്നി അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ബദൽ സ്ഥാപനങ്ങളെ രാജ്യവ്യാപകമായി കോർത്തിണക്കും. ഇങ്ങനെ കുറേ ഉണ്ട്, ഞാനത് മുഴുവനും വായിക്കണില്ല. ഞാനത് പറയാൻ കാരണം AD 2000 ഇത് വായിക്കാൻ കാരണം എന്താണ്? AD 2000 പോപ്പ് ഇവിടെ വന്നിരുന്നു. പോപ്പ് വന്ന് ദീപാവലി ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഡൽഹിയിലെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ ഭാരതത്തിലെ 4000 ബിഷപ്പുമാര്, 100 പേര് പുറത്തുനിന്ന് വന്നവരുണ്ട്. അവരുടെ അടുത്ത് ഈ പോപ്പ് പറഞ്ഞത് ഭാരതീയ ദർശനങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തില് ക്രിസ്തുമതം പ്രചരിപ്പിക്കുക. 1-ാമത്തെ സഹസ്രാബ്ദം യൂറോപ്പിനെ മുഴുവനും മതം മാറ്റി. 2-ാമത്തെ സഹസ്രാബ്ദം അമേരിക്കയും ഇംഗ്ലണ്ടും ആഫ്രിക്കയും മതം മാറ്റി. 3-ാമത്തെ സഹസ്രാബ്ദം ഭാരതം, ചൈന, ഏഷ്യൻ രാജ്യങ്ങളെ മതം മാറ്റണം. ഇവിടെ ഉള്ള മതങ്ങളുടെ സത്തുകൾ എടുത്ത് അതിലൂടെ മതം മാറ്റാം എന്നായിരുന്നു പറഞ്ഞത്. മുഴുവനും പറഞ്ഞതും എൻ്റെ കയ്യിലുണ്ട്, അതൊന്നും ഞാൻ മുഴുവനും പറയണില്ല. ഇത് മാത്രം പ്രധാനപ്പെട്ടത്. അന്ന് പോപ്പ് വന്നപ്പോൾ RSSകാരും BJPക്കാരും ശക്തമായിട്ട് പ്രതിഷേധിച്ചിരുന്നു. ഇവിടെ മതം മാറ്റത്തിന്റെ പേരിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് പോപ്പ് മാപ്പ് പറയണമെന്ന്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി മിഷണറി പ്രവർത്തനം നടത്തിയ ക്രിസ്ത്യാനികള് അവിടെ 10,000-കണക്കിന് സ്ത്രീകൾക്ക് ദിവ്യഗർഭം നൽകി, നമ്മുടെ കൊട്ടിയൂരെ അച്ഛനെ പോലെ. ആ കുട്ടികള് പോപ്പിനെ വന്ന് കണ്ടപ്പോ പബ്ലിക്കായിട്ട് പോപ്പ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാപ്പ് പറഞ്ഞു. അവർക്ക് കുറെ സഹായവും കൊടുത്തു. ഈ അടുത്ത കാലത്ത് ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പള്ളി വിൽക്കുകയാണ്, പ്ലഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലീസിന് കൊടുക്കുന്നു. എത്രയോ ബില്യൺ ഡോളറിന് ഒരു പള്ളി വിൽക്കുകയാണ്. എന്തിനറിയോ? ആ $1 ബില്യൺ ഈ മിഷണറിമാര് പഴപ്പിച്ച സ്ത്രീകളിലുണ്ടായ കുട്ടികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാനാണ്. ഞാനത് വായിക്കുകയുണ്ടായി 2-3 ദിവസം മുമ്പ്. അങ്ങനെ ലോകമെമ്പാടും മിഷണറിമാര് ചെയ്തതും ഈ പിന്നീട് വിശുദ്ധരാക്കപ്പെട്ടവരിൽ ചിലർ ചെയ്തതുമെല്ലാം അവിടുത്തെ ജനങ്ങൾ പോപ്പിന്റെ അടുത്ത് അറിയിച്ചപ്പോ പോപ്പ് അതെല്ലാം ക്ഷമാപണം ചെയ്തു, തുറന്ന മനസ്സോടുകൂടി. നല്ല കാര്യമാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന പോർച്ചുഗീസുകാരൻ 40,000 ഹിന്ദുക്കളെയാണ് മതം മാറാൻ വിസമ്മതിച്ചതിന് കൊന്നത്. ഈ ശ്രീലങ്കയിലുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഒരു ക്രിസ്ത്യൻ പേര് ഇപ്പോഴും ഉണ്ട്. ജെയിംസ് എന്നോ ജോർജ് എന്നോ അല്ലെങ്കിൽ മാത്യു എന്നോ പേരുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഹിന്ദുക്കളാണ്. അവർ ഈ പേരിന്റെ കൂട്ടത്തിൽ ക്രിസ്ത്യൻ പേര് ചേർക്കാൻ കാരണം സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ മരണത്തിൽ നിന്ന്, കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, ക്രിസ്ത്യാനിയാണെന്ന് വരുത്തി തീർക്കാൻ ക്രിസ്ത്യൻ പേര് ചേർത്തത്. ഇന്നും അവർക്ക് എല്ലാവർക്കും ഒരു ക്രിസ്ത്യൻ പേരുണ്ട്, അന്നത്തെ തുടർച്ചയായിട്ട്. യഥാർത്ഥത്തിൽ അന്ന് RSSകാരും BJPക്കാരും ഈ പോപ്പിനോട് പറഞ്ഞത് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന വിശുദ്ധൻ ഭാരതത്തില് ഗോവ ഇൻക്വിസിഷൻ എന്ന പേരിൽ നടത്തിയ നീചവും നിന്ദ്യവും ക്രൂരവുമായിട്ടുള്ള കൊലപാതകമാണ്. അത്രയും വലിയ കൊലപാതകം നടത്തി. 1400-ൽ പരം ക്ഷേത്രങ്ങൾ തകർത്തു. ആ സെയിന്റ് ഫ്രാൻസിസ് സേവിയറുടെ പള്ളികൾ ഇപ്പോഴും ഭാരതത്തിൽ മുഴുവനും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ ഡെഡ് ബോഡി ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഗോവയിൽ. കൊച്ചിയിലേക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുവരികയുണ്ടായി. ജനങ്ങളുടെ വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്ന് കേട്ടു അവിടെ അടുത്തുള്ളവരിൽ നിന്ന്. അപ്പോ പറയാൻ ആഗ്രഹിച്ചത്,
ഈ പോപ്പിനോട് മാപ്പ് പറയണം ഇവിടെ നടത്തിയ ക്രൂരതയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെയുള്ള മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും RSSനെയും BJPയെയും എതിർത്തു. അതെന്താ കാരണം അറിയോ? ഈ പോപ്പിനോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞ കാര്യം എന്തിനാണെന്ന് ഈ ഭാരതീയർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആർക്കും അറിഞ്ഞുകൂടാ. എന്തിനാ ഇയാൾ മാപ്പ് പറയേണ്ടത്? മതം മാറ്റിയതിനോ അല്ല ഇവിടെ വന്ന് പ്രസംഗിച്ചതിനാണോ മാപ്പ് പറയേണ്ടത്? ആർക്കും അറിഞ്ഞുകൂടാ. RSSകാർക്ക് ഉൾപ്പെടെ അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ പോലെയുള്ളവര്, പിന്നെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും സ്പെയിൻകാരും ഇവിടെ നടത്തിയ ക്രൂരമായ മതപരിവർത്തനം, അതുപോലെ തന്നെ നമ്മുടെ കാലാപാനി എന്നറിയപ്പെടുന്ന ആൻഡമാൻ നിക്കോബാറിൽ നടത്തിയ ക്രൂരമായിട്ടുള്ളത്, നമ്മുടെ തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും കടലോരങ്ങളിലെ യുദ്ധത്തിന് പങ്കെടുത്തവരില് രാജാക്കന്മാരെ എത്ര മുക്കുവന്മാരെയാണ് മതപരിവർത്തനം നടത്താൻ ഈ രാജ്യക്കാർക്ക് കൊടുത്തത്, ഫ്രഞ്ചുകാർക്കൊക്കെ കൊടുത്തത്. എങ്ങനെയാ ലാറ്റിൻ കത്തോലിക്കൻ എന്ന വിഭാഗം ഭാരതത്തിൽ ഉണ്ടായത്? ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും RSSകാരോ BJPക്കാരോ പറയാതെ വെറുതെ പോപ്പ് മാപ്പ് പറയണമെന്ന് മാത്രമാണ് പറഞ്ഞത്. വെറുതെ പോപ്പ് മാപ്പ് പറയണം എന്ന് പറഞ്ഞാൽ ആരാ അനുകൂലിക്കാതെ? വേറൊരു രാഷ്ട്രത്തിന്റെ തലവൻ ഇന്ത്യയിൽ വന്ന് മാപ്പ് പറയണം. എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ മതപരിവർത്തനം നടത്തിയതിന്. മതപരിവർത്തനം അല്ലെങ്കിൽ എല്ലായിടത്തും നടത്തുന്നുള്ളൂ, അതിനെതിരെ മാപ്പ് പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? പക്ഷേ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു പൊളിച്ചെഴുത്ത്, അതില് ഭാരതത്തിന്റെ വ്യക്തമായ ചരിത്രം, അത് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ എതിർക്കാനോ അല്ലെങ്കിൽ പകരം വീട്ടാനോ അല്ല, സത്യം എന്താണെന്ന് ഹിഡൻ അജണ്ടയില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. ഈവൻ ഈ ഹൈന്ദവ കാര്യങ്ങൾ ക്രിസ്ത്യാനികൾ എന്തിനാ സ്വീകരിക്കുന്നത്? ഭാരതവൽക്കരണമാണെങ്കിൽ ഇപ്പൊ നടക്കുന്നത് ഭാരതീയതയെ ക്രൈസ്തവൽക്കരണമാണ് എന്നുകൂടി അറിയിച്ച് വികാരത്തിന്റെ തീവ്രതയില്ലാതെ വിചാരത്തിന്റെ തീവ്രതയോടുകൂടി RSSകാര് പിന്നെ അതിലുള്ള ഇന്റലക്ച്വൽസ് ഭംഗിയായിട്ട് സത്യസന്ധമായിട്ട് നടത്തണം. ഏതുപോലെ നാഥൂറാം വിനായക് ഗോഡ്സെ ആണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്ന് ഇത്രയും കാലം പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷെ നാഥൂറാം വിനായക് ഗോഡ്സെ RSSകാരനല്ല, ഹിന്ദു മഹാസഭക്കാരനാണ്. അതിലെ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് CPMന്റെ ലോക്സഭയിലെ സ്പീക്കറായിരുന്ന വ്യക്തിയുടെ അച്ഛനായിരുന്നു. അപ്പൊ അറസ്റ്റ് ചെയ്യേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടി നേതാവിന്റെ അച്ഛനെയും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയും ആയിരുന്നു. ആ സത്യം ഇന്നുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ബംഗാളി ആയിട്ടുള്ള ഈ ലോക്സഭാ സ്പീക്കർ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ വരണില്ല, അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ്. അന്ന് ജവഹർലാൽ നെഹ്റു അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് നാഥൂറാം വിനായക് ഗോഡ്സെ ഏത് ഹിന്ദു മഹാസഭയുടെ അംഗമായിരുന്നോ ആ ഹിന്ദു മഹാസഭയെ നിരോധിച്ച് അതിലുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം RSSനെ ഒരിക്കലും വളർത്താതിരിക്കാനും മറ്റുള്ളവരുടെ കയ്യടി കിട്ടാനും മുസ്ലിങ്ങളുടെ സപ്പോർട്ട് കിട്ടാനുമായിട്ട് നിരോധിച്ചത് വഴിയെ കൂടെ പോകുന്നവനെയാണ്. അതിന്നും ആർക്കും അറിഞ്ഞുകൂടാ. അതൊന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു, കുറെ ബലം ഉണ്ടാവുകയും ചെയ്തു. പക്ഷെ RSSകാരാണ് ചെയ്തതെങ്കിൽ സത്യസന്ധമായിട്ട് കുറ്റം ഏറ്റു പറയാനും ഉള്ള മനസ്ഥിതി അവർക്ക് ഉണ്ടാവണം. തെറ്റാര് ചെയ്തോ അവർ ഏൽക്കുകയും തെറ്റ ചെയ്യാത്തത് തലയിൽ കെട്ടിവെക്കുമ്പോൾ വസ്തുത എന്താണെന്ന് പറഞ്ഞു കൊടുക്കലും ഇവരുടെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി നമുക്ക് പ്രചരിപ്പിക്കണം. അപ്പൊ RSSന്റെ ഈ രാഷ്ട്രത്തിന്റെ ധന്യമായിട്ടുള്ള പൈതൃകവും ഇവിടുത്തെ പൈതൃകത്തിലെ എല്ലാ വിഷയങ്ങളും, ഇവിടുത്തെ എക്കണോമിക്സ്, ഇവിടെ ഉണ്ടായിരുന്ന ധനുർവേദം, ഇവിടെ ഉണ്ടായിരുന്ന സംഗീതം, ഇവിടെ ഉണ്ടായിരുന്ന ആയുർവേദം, ഇവിടെ ഉണ്ടായിരുന്ന ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ഇവിടെയുള്ള വേദം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കാൻ വളരെ വലിയൊരു ബുദ്ധിജീവി വൃന്ദം ആവശ്യമാണ്. കാരണം ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഭാരതത്തിന്റെ പൈതൃകത്തെയും ചരിത്രത്തെയും നെഹ്റുവിന്റെ അനുഗ്രഹത്തോടുകൂടി മുഴുവനും തച്ചൊടച്ച് നശിപ്പിച്ചവരാണ്. അതിനെ പുനർനിർമ്മിക്കുക അത്ര എളുപ്പമല്ല, കാര്യമല്ല, എതിർപ്പുണ്ടാവും. എങ്കിലും ധന്യമായിട്ട് നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അത് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. പ്രണാമം, നമസ്കാരം.